ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ മറ്റൊരു നാടൻ കറി ഇതാ ചട്ടിയിൽ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ തേങ്ങയൊന്നും അരയ്ക്കണ്ട കേട്ടോ. തേങ്ങയൊന്നും അരയ്ക്കാതെ തന്നെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ചക്കക്കുരു മുളകിട്ടതാണ്. ചക്കക്കുരു മുളകിട്ടതെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ചക്കക്കുരു ആണോ, ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാവോ എന്നൊക്കെയുള്ള പേടി ഉണ്ടാവും. നമ്മൾ വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ടാണ് ഈ ഒരു കറി തയ്യാറാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ചക്കക്കുരു മുളകിട്ടത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഒരു 200 ഗ്രാം ചക്കക്കുരു വൃത്തിയാക്കിയിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു തക്കാളി ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 7-8 ഉള്ളി എടുത്തിട്ടുണ്ട്. 2-3 വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചക്കക്കുരു നീളത്തിലോ റൗണ്ടിലോ കട്ട് ചെയ്യാൻ നമ്മുടെ കയ്യിലുള്ള ചക്കക്കുരുവിൻ്റെ വേവ് അനുസരിച്ച് നമുക്ക് കുക്കിംഗ് ടൈമിൽ വ്യത്യാസം വരും. ഇത് ചട്ടിയിൽ വേവിച്ചെടുക്കാം, അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാനിൽ വേവിച്ചെടുക്കാം, കുക്കറിൽ വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ കുക്കറിലാണ് കേട്ടോ വേവിച്ചെടുക്കാൻ പോകുന്നത്. ചട്ടിയിലാണെങ്കിൽ നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്തിട്ട് ചക്കക്കുരുവിൻ്റെ കൂടെ ചേർത്ത് വേവിച്ചെടുക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറേ സമയം എടുക്കും കുക്കായി വരാനായിട്ട്. അപ്പോൾ നമുക്ക് ടൈം കൂടുതലെടുക്കും. അതുകൊണ്ട് ഞാനിപ്പോൾ കുക്കറിൽ ചക്കക്കുരു വേവിച്ചിട്ട് പിന്നീടാണ് കറി ആക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചതച്ച് ചേർത്തിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയും ചതച്ച് ചേർത്തിട്ട് ബാക്കിയെല്ലാം ചേർത്തിട്ട് ചക്കക്കുരുവിൻ്റെ കൂടെ ചേർത്ത് ചട്ടിയിൽ വെച്ച് വേവിക്കാം. ബാക്കി മസാലകളൊക്കെ ഞാൻ ചേർക്കുമ്പോൾ പറയാം. അതെല്ലാം ചേർത്ത് ചട്ടിയിൽ വെച്ച് വേവിക്കുകയാണെങ്കിൽ കൂടുതൽ സമയം എടുക്കും കറി ഉണ്ടാക്കാൻ, പക്ഷേ അതിന് ടേസ്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചക്കക്കുരു തിളച്ച് കുറുകി വരുമ്പോൾ അതിൻ്റേതായൊരു ടേസ്റ്റ് വരും. അപ്പോൾ നമ്മുടെ ഗ്യാസും കൂടുതൽ ചിലവാകും, അതുപോലെ തന്നെ സമയവും കൂടുതൽ ചിലവാകും. ഇതാകുമ്പോൾ നമ്മുടെ ചക്കക്കുരു നന്നായിട്ട് വെന്ത് കിട്ടി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കറിയാക്കാം. അപ്പോൾ ഞാനൊരു കുക്കർ എടുക്കട്ടെ. കുക്കറിലേക്ക് നമ്മൾ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചക്കക്കുരു വേഗം കുക്കായി കിട്ടാനാണ് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ചക്കക്കുരുവിന് കുറച്ച് വേവ് കൂടുതലുണ്ട്, അതുകൊണ്ട് ഞാനൊരു 3 വിസിൽ വരുന്നത് വരെ വേവിക്കുന്നുണ്ട്. ഇതിലേക്ക് ചക്കക്കുരുവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് അത് മാത്രമേ ഇപ്പോൾ ചേർക്കുന്നുള്ളൂ. ഒരു 1/4 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ 1/4 കപ്പ് മുതൽ 1 കപ്പ് വരെ വെള്ളം നമുക്ക് ചേർക്കാം കേട്ടോ. നമ്മുടെ ഗ്രേവി കുറച്ച് കൂടുതൽ വേണം, നമുക്കിത് വറ്റിച്ചെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ വെള്ളം കൂടുതൽ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. മഞ്ഞൾപ്പൊടി ഞാനിപ്പോൾ ചേർക്കുന്നില്ല. മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ കുക്കറിൽ നിന്ന് പുറത്തേക്ക് തെറിച്ചു പോകും. അപ്പോൾ മഞ്ഞൾപ്പൊടി നമുക്ക് ലാസ്റ്റ് ചേർക്കാം. ഇതൊന്ന് വെന്ത് വരട്ടെ, അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഈ സമയത്ത് നമുക്ക് നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കാം, അല്ലെങ്കിൽ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് എളുപ്പം ഏതാണോ ആ രീതിയിൽ ചെയ്യാം. ഞാനിപ്പോൾ ഉള്ളി മാത്രമേ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുള്ളൂ. വെളുത്തുള്ളി ചെറിയ അല്ലി ആയതുകൊണ്ട് കട്ട് ചെയ്യുന്നില്ല, മുഴുവനെയാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാൻ ഉള്ളി കട്ട് ചെയ്തെടുക്കട്ടെ, ചക്കക്കുരു കുക്കായി വരട്ടെ. അപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ പ്രഷർ കംപ്ലീറ്റ് പോയിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് വേറൊരു ചട്ടി വെക്കാം. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാം. ഒരുപാട് വെളിച്ചെണ്ണ വേണ്ട, നമ്മുടെ ഉള്ളിയൊക്കെ വഴറ്റാൻ ആവശ്യമായ കുറച്ച് വെളിച്ചെണ്ണ മതി. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി തുടങ്ങട്ടെ. വെളിച്ചെണ്ണ ചെറുതായിട്ടൊന്ന് ചൂടായി തുടങ്ങുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, വലിയ വെളുത്തുള്ളി ആണെങ്കിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളി കട്ട് ചെയ്തത് അല്ലെങ്കിൽ ഉള്ളി ചതച്ചത്, പിന്നെ പച്ചമുളകും ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് കളർ മാറുന്ന വരെ വഴറ്റേണ്ട, ചെറുതായിട്ടൊന്ന് വഴറ്റിയാൽ മതി. ഉള്ളിയൊക്കെ ഒന്ന് കുക്കായി തുടങ്ങണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ ഉപ്പ് ചേർക്കരുത് കേട്ടോ. നമ്മൾ ചക്കക്കുരുവിൽ ഉപ്പ് ചേർത്താണ് വേവിച്ചത്, അതുകൊണ്ട് ഇപ്പോൾ ഉപ്പ് ചേർക്കരുത്. ഉള്ളിയൊക്കെ ഒന്ന് കുക്കായി വരട്ടെ. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർന്ന് നന്നായിട്ട് വഴന്ന് വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് കളറ് മാറി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വയ്ക്കുക. ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മതി. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഞാൻ ചേർക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. നമ്മൾ പച്ചമുളക് ചേർക്കുന്നുണ്ടെങ്കിലും ആ ഒരു കളർ കിട്ടാനാണ് നമ്മൾ 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നത്. അപ്പോൾ പച്ചമുളകിൻ്റെ എരിവാണ് കൂടുതലായിട്ട് ഉണ്ടാവുക, കാശ്മീരി ചില്ലി പൗഡറിൻ്റെ എരിവ് അത്രത്തോളം വരില്ല. പിന്നെ സാധാരണ മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ 1 ടീസ്പൂൺ വരെ ചേർക്കാം കേട്ടോ. നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ, ചെറിയ എരിവ് മതി എന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് നമ്മുടെ തക്കാളി കട്ട് ചെയ്തതുണ്ടല്ലോ, തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളിയും ചേർത്ത് നന്നായിട്ട് ഇളക്കുക. പിന്നെ നിങ്ങൾക്ക് നല്ല പുളി വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ വാളൻപുളി എടുത്ത് പിഴിഞ്ഞ് ചേർക്കുക. ഞാനപ്പോൾ നല്ല പുളി ചേർക്കുന്ന ആളല്ല, ഒരു മീഡിയം പുളി ചേർക്കുന്ന ആളാണ്. അതുകൊണ്ട് എനിക്ക് തക്കാളിയുടെ പുളി മാത്രം മതി. ഇനി വാളൻപുളി ഒന്നും ചേർക്കില്ല. അപ്പോൾ ഇനി തക്കാളി ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്ലെയിം കൂട്ടി വയ്ക്കാം. തക്കാളി ഒന്ന് കുക്കായി ഒന്ന് ഉടഞ്ഞ് വരണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തൊന്ന് വേവിച്ചെടുക്കാം. ഈ തക്കാളി ഒരുപാട് വെള്ളം ചേർക്കേണ്ട, കുറച്ച് വെള്ളം മതി. നമ്മുടെ തക്കാളി വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം.
അപ്പോൾ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുമ്പോൾ തന്നെ നമ്മുടെ ഗ്രേവിക്ക് ഒരു തിക്നെസ് വരും കേട്ടോ. കുറച്ചൊരു കൊഴുപ്പ് കിട്ടും കാശ്മീരി ചില്ലി പൗഡർ ആണ് നമ്മൾ ചേർക്കുന്നതെങ്കിൽ. ഇനി തക്കാളി ഒന്ന് കുക്കായി വരട്ടെ. അപ്പോൾ ഗ്രേവി വറ്റി പോവുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. 1-2 പ്രാവശ്യമായിട്ട് വെള്ളം ചേർത്ത് കൊടുത്താൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ആ ഒരു മുളക് പൊടിയുടെ മല്ലിപ്പൊടിയുടെ റോ ടേസ്റ്റൊക്കെ കംപ്ലീറ്റ് മാറി കിട്ടുകയും ചെയ്യും. നമ്മുടെ തക്കാളി ഒന്ന് കുക്കായി കിട്ടുകയും ചെയ്യും. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് നമ്മുടെ തക്കാളി ഒന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതൊന്ന് കുക്കായി വരട്ടെ. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ട് നമുക്കിനി ഇതിലേക്ക് നമ്മുടെ ചക്കക്കുരു വേവിച്ചത് ചേർക്കാം. ചക്കക്കുരുവിൽ വെള്ളം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ. ചക്കക്കുരു ഒക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ചക്കക്കുരുവിൽ വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടി വെള്ളം ചേർത്ത് ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഒരു 5 മിനിറ്റ് ചക്കക്കുരുവും കൂടി ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അതുകൊണ്ടാണ് ഞാൻ വെള്ളം ചേർക്കുന്ന കാര്യം പറഞ്ഞത്. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ 5 മിനിറ്റ് ചക്കക്കുരു ഈ ഒരു മസാലയിൽ കിടന്ന് നന്നായിട്ട് തിളച്ച് ചക്കക്കുരുവിലേക്ക് ഒരു മസാലയൊക്കെ ഒന്ന് പിടിച്ചു വരണം. തക്കാളിയുടെ പുളിയും അതുപോലെ തന്നെ നമ്മൾ ചേർത്തിരിക്കുന്ന ആ എരിവും എല്ലാം പിടിച്ചു വരണം. അതിനായിട്ട് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയത്താണ് നിങ്ങൾ പുളി ചേർക്കുന്നുണ്ടെങ്കിൽ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ വാളൻപുളി ഒന്ന് പിഴിഞ്ഞ് ചേർക്കേണ്ടത്. അപ്പോൾ ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. നന്നായിട്ട് തിളച്ചിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടി തിളപ്പിച്ചെടുക്കുക. ഉപ്പ് ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എരിവ് കുറവാണെങ്കിൽ വീണ്ടും 1-2 പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്ത് ചേർക്കാം. ഒരുപാട് എരിവ് വേണ്ട, എങ്കിലും ഒരു നന്നായിട്ട് അത്യാവശ്യം കുറച്ച് എരിവ് വേണം. അപ്പോഴാണ് നമ്മുടെ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ മാത്രം ഫ്ലെയിം കുറച്ച് വയ്ക്കുക. അപ്പോൾ ഇത് തിളച്ച് കുറുകിയൊന്ന് വരട്ടെ. അപ്പോൾ നമ്മുടെ കറി കണ്ടോ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് ആയിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇത് കണ്ടോ ഒന്ന് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഇനിയും കുറുകി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി തിളപ്പിക്കാം. അപ്പോൾ ഇത് കുറച്ച് സമയം കഴിയുമ്പോൾ ഒന്നുകൂടി ഒന്ന് കുറുകും കേട്ടോ. ചക്കക്കുരു ആണല്ലോ, നമ്മളൊന്ന് ഇളക്കിയൊക്കെ വരുമ്പോൾ ഒന്ന് ഉടഞ്ഞു പോവും. അപ്പോൾ കുറച്ചുകൂടി കുറുകി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി സമയം തിളപ്പിക്കാം. അപ്പോൾ ഞാനിനി ഇതിലേക്ക് വറവ് ചേർക്കാൻ പോവാണ്. അപ്പോൾ ഈ കറി ഒന്ന് മാറ്റി വയ്ക്കുകയാണ്. കുറച്ചുകൂടി കുറുകി എടുക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ചട്ടിയിൽ വെച്ച് കറി ഉണ്ടാക്കുകയാണെങ്കിൽ ചക്കക്കുരു വേവിക്കുന്നത് മുതൽ തിളപ്പിക്കേണ്ടത്. വേവിക്കുന്നത് മുതൽ ഇതുപോലെ തിളപ്പിച്ച് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ കുറേ സമയം എടുക്കുക. അതാണ് ഞാൻ പിന്നെ കുക്കറിൽ വേവിക്കുന്ന കാര്യം പറഞ്ഞത്. അതാണ് നമുക്ക് എളുപ്പം കൂടുതൽ. അപ്പോൾ എന്തായാലും നമുക്കിനി കറി മാറ്റി വെച്ചിട്ട് വറവ് ചേർക്കാനുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ വറവിടാനുള്ള നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. പാനിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർക്കാം. അധികം വെളിച്ചെണ്ണ വേണ്ട, നമ്മൾ കടുക് ഉലുവയൊക്കെയാണ് വറവിടുന്നത്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ മതി. വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ. വെളിച്ചെണ്ണ ഒന്ന് നന്നായി ചൂടായി തുടങ്ങുമ്പോൾ നമുക്കൊരു 3/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി തുടങ്ങട്ടെ. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്കൊരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം. ഉലുവയും കൂടി പൊട്ടിക്കഴിയുമ്പോൾ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇനി നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറിയിലേക്ക് നമുക്ക് വറവ് ചേർത്ത് ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇനി ഈ കറി നന്നായിട്ട് ചൂട് മാറി വരുമ്പോൾ നമുക്ക് ഉപയോഗിക്കാം. ചൂടോടുകൂടി ഉപയോഗിക്കരുത്. ചൂട് കംപ്ലീറ്റ് മാറി കഴിഞ്ഞിട്ട് ഉപയോഗിക്കുക. അപ്പോഴാണ് നമ്മുടെ കറിയുടെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റുക. മിക്ക കറികളിലെയും നമ്മുടെ നാടൻ കറികളിൽ ഒരുവിധമുള്ള കറികളുടെ എല്ലാം ചൂട് മാറി കഴിഞ്ഞിട്ട് ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റ് ടേസ്റ്റ് അറിയാൻ പറ്റുക. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. ചട്ടിയുടെ ചൂടുകൊണ്ടാണ് കറി തിളച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു റെസിപ്പി ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ചോറിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞിട്ട് നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത്. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട റെസിപ്പി ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറന്നു പോരുതേ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആൻഡ് റൈറ്റ് സൈഡിലുള്ള ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം.